ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഡിലേ പ്രോഗ്രാം എങ്ങനെ AVRൽ എഴുതുമെന്ന് നോക്കാം. എപ്പോഴും സംശയം വരുന്നൊരു കാര്യമാണ് ഈ ഡിലേ പ്രോഗ്രാം. അതിൻ്റെ ഡ്യൂറേഷൻ തന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഡ്യൂറേഷനിൽ എങ്ങനെ എഴുതണം എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഈ തന്നിരിക്കുന്ന മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ നമ്മുടെ എംബഡഡ് സിസ്റ്റം AVR എത്ര ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമുക്ക് വളരെ സിമ്പിളാണ്. F=1/T അല്ലെങ്കിൽ T=1/F എന്ന് പറയുന്ന ഇക്വേഷൻസ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 8 MHz ക്ലോക്ക് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് അല്ലെങ്കിൽ ടൈം പീരീഡ് ഓഫ് 1 ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് 1/8 MHz ആയിരിക്കും. That is equal to 0.125 microsecond or 125 nanosecond. Similarly, we can calculate the time period that is equal to the instruction cycles of other frequencies like this. 8 MHz in 125 nanoseconds. Similarly, for 16 MHz 62.5 MHz, and for 10 MHz it is 100 nanoseconds, and for 1 MHz it is 1000 nanoseconds. ഇത് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് F=1/T or T=1/F എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. Then next, what do you mean by instruction cycles? The time taken to execute one instruction, that is known as instruction cycle. In AVR at Mega 32, some of the instructions take 2 instruction cycles. Example BRNE, BRCC, BRCS പോലുള്ള ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിനെല്ലാം വിതിൻ ദ ലൂപ്പ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസും, ലൂപ്പിന് വെളിയിൽ വരുമ്പോഴത്തേക്ക് അതായത് ലാസ്റ്റ് ടൈമിൽ 1 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസും എടുക്കില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ടേക്ക് 2 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്. സിമിലർലി POP, PUSH, RJump, SBA and MUL instructions take 2 instruction cycles. Then ICALL, IJump or RCALL ഇതുപോലുള്ള ഇൻസ്ട്രക്ഷൻസ് 3 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ആണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ടൈം എന്ന് പറയുന്നത്. ഫൈനലി കോൾ, റിട്ടേൺ ആയി ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് 4 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് എടുക്കും. കാരണം അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതലുണ്ടെങ്കിൽ അതിനെല്ലാം പുഷ് ചെയ്ത് അതിൻ്റെ കാര്യം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ all other instructions in AVR at Mega 32 take only 1 instruction cycles. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് 1 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അല്ലാത്ത 1-2 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അത് മാത്രമേ നമ്മൾ മെയിനായിട്ട് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ LDI R20, count value it may be up to 255. It will take 1 instruction cycles. Then next one is no operation. NOP, no operation takes 1 instruction cycle. Decrement R20, count value decrement in 1 instruction cycle. BRNA, branch if not equal to back, it will take 2 instruction cycles. If it is equal to 0, then ലൂപ്പിന് വെളിയിൽ വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ടേക്ക് 1 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്. അപ്പോൾ നോക്കുക, ഇതിനൊരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻസിന് RETക്ക് 4 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് എടുക്കും. അപ്പോൾ ടോട്ടൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 1 പ്ലസ് 4 ഇൻറ്റു കൗണ്ട് വാല്യൂ. നമ്മളിവിടെ കൗണ്ട് വാല്യൂ കൊടുത്തില്ല. 20 ടൈംസ് ആണെങ്കിൽ 20 ടൈംസ് ലൂപ്പിൽ, 255 ടൈംസ് ആണെങ്കിൽ 250 ടൈംസ് ലൂപ്പിൽ. അതാണ് നമ്മൾ കൗണ്ട് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. -1 കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം വരുമ്പോൾ 2 വരില്ല, 1 മാത്രം. അതാണ് -1 കൊടുത്തിരുന്നത്. +4 ലൂപ്പിന് വെളിയിൽ വന്നു കഴിയുമ്പോൾ 4 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഇൻറ്റു ടൈം പീരീഡ്. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ട് ഒരു രജിസ്റ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം 8 ബിറ്റേ ഉള്ളൂ. 8 ബിറ്റ് വെച്ച് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് 255. അപ്പോൾ 1 രജിസ്റ്റർ ക്യാൻ ഹാൻഡിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ക്യാൻ ലോഡ് 255, കൗണ്ട് വാല്യൂ 255. അപ്പോൾ ഈ പ്രോഗ്രാം, ഈ തൊട്ട് മേളിൽ എഴുതിയ പ്രോഗ്രാമിനകത്ത് ടോട്ടൽ എത്ര ടൈം ഡിലേ വരും ഇവിടെ നോക്കുക. 1 + 4 ഇൻറ്റു കൗണ്ട് 255 കൊടുക്കുക. അപ്പോൾ 4 ഇൻറ്റു 255 പ്ലസ് ദിസ് 4, ഈ -1ഉം +1ഉം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽഡ് ഔട്ട്. ദെൻ
+4 വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ 1028 മൈക്രോ സെക്കൻഡ്സ് ഡിലേ എന്ന് പറഞ്ഞാൽ ആ മൈക്രോ സെക്കൻഡ്സിനെ നമുക്ക് നോക്കും മില്ലി സെക്കൻഡ് ആകുമ്പോൾ 1.028 ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 മില്ലി സെക്കൻഡ് ഡിലേ. അപ്പോൾ 1 മില്ലി സെക്കൻഡ് ഡിലേയുടെ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് കൗണ്ട് വാല്യൂ ഫോർ എനി ഡിലേ ടൈം. ഈ 1 മില്ലി സെക്കൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എത്ര സെക്കൻഡ്സിൻ്റെ വേണമെങ്കിലും പ്രോഗ്രാംസ് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ 4 ലൈൻസ് നേരത്തെ പഠിച്ച 4 ലൈൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, കൗണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിലേ ടൈം ഡിവൈഡഡ് ബൈ ക്ലോക്ക് പീരീഡ്. എത്ര ഡേ ഇപ്പോൾ 1 സെക്കൻഡ് ഡിലേ 2 സെക്കൻഡ് ഡിലേ എന്ന് തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിലേ ടൈം ഡിവൈഡഡ് ബൈ ക്ലോക്ക് പീരീഡ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. T is equal to 1/f. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ 1 സെക്കൻഡ് ഡിലേ ആൻഡ് ഇറ്റ്സ് ക്ലോക്ക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 മെഗാഹെർട്സ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെ വരും, കൗണ്ട് വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ് ആക്കുമ്പോഴത്തേക്ക് ഇത് 10⁻⁶ മൈക്രോ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1 മൈക്രോ സെക്കൻഡ്. അതായത് ഇതിന് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1 മൈക്രോ സെക്കൻഡ്. അതുകൊണ്ടാണ് രണ്ട് സെയിം യൂണിറ്റ് വരാണ് മൈക്രോ സെക്കൻഡിലേക്ക് കൂടെ കൺവേർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻6 എന്ന് വരും. ഈ 10⁻6 വന്നു കഴിഞ്ഞാൽ ഒരു രജിസ്റ്ററിലായിട്ട് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ നമ്മൾ 255 ആണ്. അപ്പോൾ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ എഴുതിയ സിമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ട സിമ്പിൾ പ്രോഗ്രാമിനകത്ത് വരുന്ന 250 ഞാൻ ലോഡ് ചെയ്യാൻ കൊടുത്തു. ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ ലൂപ്പിനകത്തുള്ള ടോട്ടൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ആണ് എടുക്കുക. അപ്പോൾ 4 × 250 അപ്രോക്സിമേറ്റ്ലി 1000 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ട് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ആ 1000നെ എങ്ങനെ നമുക്ക് 10⁻6 ആക്കി മാറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്ത് നോക്കുക, 250 × 4 എന്ന് പറഞ്ഞാൽ 1000, എഗെയിൻ അനദർ 250 × 4. അപ്പോൾ ഇതിനകത്ത് കൗണ്ട് വാല്യൂ ഏതൊക്കെ വരും, ഫസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 250 ഓൾറെഡി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 എന്ന് പറയുന്നത് ഇതിനകത്ത് ലൂപ്പിനകത്തുള്ള ഈ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസാണ്. ഇനി വെളിയിൽ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് 2 ഈസ് ഈക്വൽ ടു 250 ആൻഡ് കൗണ്ട് 3 ഈസ് ഈക്വൽ ടു 4. ഇപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 1 സെക്കൻഡിൻ്റെ ഡിലേ വരും. ഈ 1 സെക്കൻഡിൻ്റെ ഡിലേ നമുക്ക് വേറെ ഏത് വാല്യൂയിലേക്ക് വരണമെങ്കിൽ ഈ ഔട്ടർ കൗണ്ടറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിത് തന്നെയാണ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നേ ഉള്ളൂ. കൗണ്ട് 1 എന്ന് പറഞ്ഞാൽ 250 ആണ്. അപ്പോൾ 250 × 4 ടൈംസ് അതിനകത്ത് വിതിൻ ദ ലൂപ്പ് ടോട്ടൽ ഡിലേ ടൈം കിട്ടുന്നുണ്ട്. കൗണ്ട് 2 എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ 250 × 4 × 250 ടൈംസ് ഓഫ് അത് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കൗണ്ടർ 3 എന്ന് പറയുന്നത് 4 ടൈംസ് ആണ് കൗണ്ട് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഡിലേ എന്ന് പറയുന്നത് 4 × 250 × 4 × 250 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻6. ദാറ്റ് ഈസ് 1 സെക്കൻഡ് ഡിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കൗണ്ട് 3യുടെ വാല്യൂ നമ്മൾ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഡിലേ ടൈം അത്രയും മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദെൻ പ്രോഗ്രാം എഴുതി നോക്കാം. ജനറലായിട്ട് ഇവിടെ പ്രോഗ്രാം എഴുതിയിരിക്കുന്ന LDA R18, കൗണ്ട് 3, ദെൻ കൗണ്ട് 2, ദെൻ കൗണ്ട് 1. ദിസ് ഈസ് എ ഇന്നർ ലൂപ്പ് ഈസ് കൗണ്ട് 1. ദെൻ ഈ പറഞ്ഞ പഴയ പ്രോഗ്രാം തന്നെ NOP ഡിക്രിമെൻറ്റ് R20 BRNE ബാക്ക്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിനകത്ത് നമുക്ക് ഏകദേശം 1 മില്ലി സെക്കൻഡിൻ്റെ ഡിലേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ R19 ഇവിടെ നോക്കുക, ഇവിടെ R20 ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് കൗണ്ട് 2 ഡിക്രിമെൻറ്റ് ചെയ്യുന്ന R19 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോകുന്നു. ദെൻ എഗെയിൻ ഡിക്രിമെൻറ്റ് R18 കൊടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു, പോകുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് 1 സെക്കൻഡ് ഡിലേ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കൗണ്ട് വാല്യൂസ് എല്ലാം ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നോക്കുക, ഫസ്റ്റ് LDA R18, 04, LDA R19, 250, ദെൻ LDA R20, 250. അപ്പോൾ ഇവിടെ നോക്കിയേ 4 × 250 × 250. ഇനി വിതിൻ ദ ലൂപ്പാണ് ബാക്കി വരുന്ന 4 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. അപ്പോൾ × 4 അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഈ പ്രോഗ്രാം ഇതുപോലെ BRNE ഹിയർ, ദെൻ LDA വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നു. ദെൻ ഫൈനലി ഔട്ടർ മോസ്റ്റ് ലൂപ്പിലേക്ക് പോകുന്നു. ദെൻ ക്ലിയർ ആവുന്നു. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ആ 4 ലൈൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര സെക്കൻഡിൻ്റെ വേണമെങ്കിലും ഡിലേ പ്രോഗ്രാമിനകത്ത് ഇതിനകത്ത് ഈ 4 എന്ന് പറയുന്ന വാല്യൂ കൗണ്ട് വാല്യൂ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് ഡിലേ അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും.
അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം, ഒരു രജിസ്റ്ററിനകത്ത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൗണ്ട് വാല്യൂ എന്നാൽ 255 ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഔട്ടർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഒരു എത്ര ടൈം ഡിലേ ഉള്ളൊരു പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പോർട്ടിലേക്ക് LED ബ്ലിങ്ക് ചെയ്യാനൊക്കെ ചോദിക്കുമ്പോൾ കോൾ ഡിലേ വിളിക്കുക. അപ്പോൾ ഡിലേ പ്രോഗ്രാം എത്ര സെക്കൻഡിനെയാണോ ചോദിക്കുന്നത് അത് എഴുതാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.